റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തു നിർത്തിയത് ഇഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഫ്രിക്ഷൻ ഓൺ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം. എങ്ങനെയാണ് ആക്സിലറേഷൻ്റെ ഫ്രിക്ഷൻ്റെയും എഫക്റ്റ് ഐഡിയൽ ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിൽ ചേഞ്ചസ് വരുന്നത് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഏരിയ ഓഫ് പാരബോള എ ഡാഷ് ജി ബി ഡാഷ്. ഓക്കെ, അതായത് ടോട്ടൽ ഏരിയ ഓഫ് ദ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം നമ്മൾ കാണുമായിരുന്നു. സോ അത് 3 ഏരിയാസിൻ്റെ സമ്മാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എ ഡാഷ് ജി ഡാഷ് ബി ഡാഷ് സി ഡാഷ് എച്ച് ഡാഷ് ഡി ഡാഷ്, അതായത് ഈ പാരലോഗ്രാം എ ഡാഷ് ജി ഡാഷ് ബി ഡാഷ് സി ഡാഷ് എച്ച് ഡാഷ് ഡി ഡാഷ്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ബി സി ഡി തന്നെയാണ്. സോ അതിന് നമുക്ക് എച്ച് എസ് പ്ലസ് എച്ച് ഡി ഇൻറ്റു എൽ എന്ന് എഴുതാം. നെക്സ്റ്റ് ഏരിയ ഓഫ് എ ഡാഷ് ജി ബി ഡാഷ്, ഈ പാരാബോളിക് ആയിട്ടുള്ള ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബേസ് എ ഡാഷ് ബി ഡാഷ് ഇൻറ്റു 2/3 ഓഫ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ജി ഡാഷ് ഐ, ഇതാണ് എക്സ്പ്രഷൻ വരിക. ഇതിൽ ജി ഡാഷ് ഐനെ നമ്മൾ ജി ഡാഷ് ജി ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, ജി ഡാഷ് ജി എന്ന് പറയുന്നത് നമ്മുടെ എച്ച് എഫ് എസ് ആണ്, അറിയാം, സക്ഷൻ പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ഹെഡാണ്. അതേപോലെ എ ഡാഷ് ബി ഡാഷ്, ഈ ബേസ് ആയിട്ടുള്ള എ ഡാഷ് ബി ഡാഷ് നമ്മൾ എ ബി ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എ ഡാഷ് ബി ഡാഷിന് എ ബി ആയിട്ട് എഴുതാം, ജി ഡാഷ് ഐന് ജി ഡാഷ് ആയിട്ടും എഴുതാം. Therefore, area of parabola will be changed like this: 2/3 into AB എന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്ക് ലെങ്ത് ആണ്, L ഇൻറ്റു ജി ഡാഷ് എന്ന് പറയുന്നത് സക്ഷൻ പൈപ്പിലുള്ള ഫ്രിക്ഷണൽ ഹെഡ് ആണ്, എച്ച് എഫ് എസ്. Now, similarly, area of C dash H D dash, C dash H D dash area 2/3 into L into H F D വരും. ഓക്കെ, ഡെലിവറി ഫ്രിക്ഷണൽ ഹെഡ് വരും. സോ ഏരിയ ഓഫ് ദ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം എന്ന് പറയുന്നത് എച്ച് എസ് പ്ലസ് എച്ച് ഡി ഇൻറ്റു എൽ പ്ലസ് ടോട്ടൽ എല്ലാത്തിൻ്റെ ഏരിയയും കൂടി കൂട്ടുകയാണ് ഇൻറ്റു 2/3 എൽ ഇൻറ്റു എച്ച് എഫ് എസ് പ്ലസ് 2/3 എൽ ഇൻറ്റു എച്ച് എഫ് ഡി. നൗ കോമൺ ആയിട്ടുള്ള സ്ട്രോക്ക് ലെങ്ത് പുറത്തേക്ക് എടുത്തു. ബട്ട് വി നോ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ ദ പമ്പ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദി ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്, നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Therefore, work done by the pump per second is directly proportional to this. ഈ ഏരിയ ആയിട്ട് നമുക്ക് വർക്ക് ഡൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എഴുതാൻ പറ്റും. Therefore, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെ കൊടുത്തു. ഇതിൽ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റോ ജി എ എൻ ബൈ 60 ആണ്. ഇത് നമ്മൾ മുൻപ് ഡെറിവേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെ ഇസ് ഈക്വൽ ടു റോ ജി എ എൻ ബൈ 60 എന്നാണ്. അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സിംഗിൾ ആക്ടിങ്ങിനാണ് കേട്ടോ, സിംഗിൾ ആക്ടിങ് പമ്പിലാണ് റോ ജി എൻ ബൈ 60. ഡബിൾ ആക്ടിങ് പമ്പ് ആണെങ്കിൽ 2 റോ ജി എൻ ബൈ 60 വരും. ഓക്കെ, നൗ ഫൈനലി ദ വർക്ക് ഡൺ ബൈ ദ പമ്പ് പെർ സെക്കൻഡ് ഫോർ സിംഗിൾ ആക്ടിങ് പമ്പ് വിൽ ബി റോ ജി എ എൽ എൻ ബൈ 60, കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു എച്ച് എസ് പ്ലസ് എച്ച് ഡി പ്ലസ് 2/3 എച്ച് എഫ് എസ് പ്ലസ് 2/3 എച്ച് എഫ് ഡി. ഇതാണ് ഒരു ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് എക്സാമിൽ ചോദിക്കാറുണ്ട്. സിംഗിൾ ആക്ടിങ്ങിൻ്റെ കേസിലും ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിലൊക്കെ ചോദിക്കാറുണ്ട്. നോക്കാം, നമുക്ക് അതുപോലെ ഒരു പ്രോബ്ലം നോക്കാം. എ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഹാസ് എ സ്ട്രോക്ക് ലെങ്ത് ഓഫ് 15 centimeter. The suction pipe is 7 meter long and the ratio of suction diameter to the plunger diameter is 3/4. The water level in the sump is 2.5 meters below the axis of the pump cylinder. The pipe connecting the sump and pump cylinder is 7.5 centimeter diameter. If the crank is running at 75 rpm, determine the pressure head on the piston. First one, in the beginning of the suction stroke. Second, in the end of the suction stroke. Third, in the middle of the suction stroke. Take the coefficient of friction as 0.01. നോക്കാം, ഇതിൽ ഡാറ്റ ഒന്ന് എടുത്ത് എഴുതാം. സ്ട്രോക്ക് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 15 centimeter ആണ്, കൺവേർട്ടഡ് ടു മീറ്റേഴ്സ്, സോ 0.15 meter. പിന്നെ തന്നിട്ടുള്ള ക്രാങ്ക് റേഡിയസ് ആണ്, ഇറ്റ് ഈസ് L/2. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്താൽ ക്രാങ്ക് റേഡിയസ് ആയി, ദാറ്റ് ഈസ് 0.075 meter. ലെങ്ത് ഓഫ് ദ സക്ഷൻ പൈപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 7 meter ലോങ് എന്നാണ് തന്നിട്ടുള്ളത്.
Therefore, LS, small ls equal to 7 meter. Now, suction pipe diameter divided by plunger diameter. That is ds by d. ഇത് റേഷ്യോ പോലെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. Okay, ratio of the suction diameter to the plunger diameter is 3/4. So ds by d എന്ന് പറയുന്നതാണ് 3/4. Okay. Therefore, area of the suction pipe divided by area of the plunger. Area ratio നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. That is as by a is equal to ഇതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. pi/4 d square ഉള്ള റിലേഷൻ വെച്ചിട്ടാണ് അതിൽ pi/4 ക്യാൻസൽ ആയി പോകും. സോ d square by d square ds square by capital D square. അങ്ങനെയാണ് നമുക്ക് 3/4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയത്. 9/16. Suction head 2.5 നമുക്ക് തന്നിട്ടുണ്ട്. 2.5 meters below ആണ് suction head. Okay. Diameter of the suction pipe തന്നിട്ടുള്ളത് ds 7.5 centimeter diameter ആണ്. Converting to meter, we will get it as 0.075 meter. Now, crank speed തന്നിട്ടുള്ളത് n is equal to 75 revolutions per minute. Therefore, angular speed, ഈ crank speed ൽ നിന്ന് angular speed നമുക്ക് കാണാം. Omega equal to 2 pi n by 60. Value substitute ചെയ്തു. 2.5 pi radians per second എന്നാണ് നമുക്ക് angular speed കിട്ടുന്നത്. Now, friction coefficient തന്നിട്ടുള്ള value f is equal to 0.01. Okay. Now, the pressure head due to acceleration in suction pipe is given by accelerative pressure head in suction pipe ആണ് HAS ആണ്. അതിന്റെ equation LS by G into A by AS into omega square into R cos theta. ഇതിലേക്ക് values നമ്മൾ substitute ചെയ്യുന്നു. LS ന്റെ വാല്യൂ, ജിയുടെ വാല്യൂ, A by AS എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ പോലെ കിട്ടിയിട്ടുണ്ട്. Then omega value നമ്മളിവിടെ കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then cos theta നമ്മൾ അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നു. സോ ഫൈനലി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A by AS 16/9 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5.87 cos theta ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റിലേഷൻ ആക്സിലറേറ്റീവ് സക്ഷൻ ഹെഡിന്. ഇതേപോലെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ് HFS അതിൻ്റെ ഇക്വേഷൻ 4f ls by ds into 2g into a by as omega r sin theta whole square. ഇതാണ് ഇക്വേഷൻ. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സൈൻ തീറ്റ അതുപോലെ നിർത്തി ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.208 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഈ രണ്ട് റിലേഷനും വെച്ചിട്ടാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരച്ചു. ഇത് ഇഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഫ്രിക്ഷൻ ഒരുമിച്ച് വരുന്ന കേസാണ്. ആക്സിലറേറ്റീവ് പ്രഷർ ഹെഡും ഉണ്ട്, ഫ്രിക്ഷണൽ പ്രഷർ ഹെഡും ഉണ്ട്. ഓക്കെ. Now, pressure head on the piston and in the beginning of the suction stroke. Suction stroke in the beginning il ഏതെല്ലാം pressure head കളാണ് വരികയെന്ന് നോക്കാം. HS plus HAS. HS ഉം HAS ഉം മാത്രമാണ് വരിക. ഓക്കെ, ഇവിടെ തീറ്റ വാല്യൂ 0 ആണ്. സോ അതുകൊണ്ട് HAS ന്റെ വാല്യൂ കോസ് തീറ്റ വാല്യൂ 0 വരുമ്പോൾ കോസ് 0 1 ആയതുകൊണ്ട് 5.87 കോസ് തീറ്റ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള HAS ന്റെ എക്സ്പ്രഷൻ. അതിൽ കോസ് 0 1 ആയതുകൊണ്ട് 5.87. ഇവിടെ HFS 0 ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. സെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ HFS ഉണ്ടായിരിക്കില്ല. Therefore, the value will be 8.37 meter. വാക്വം പ്രഷർ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് HS plus HAS നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫറിക് പ്രഷർ ഹെഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. HS plus HAS അതിനെ വാക്വം പ്രഷർ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആൻസർ. സെക്കൻഡ്, പ്രഷർ ഹെഡ് ഓൺ ദ പിസ്റ്റൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ നമുക്ക് HS മൈനസ് HAS ആയിരിക്കും. കാരണം ആക്സിലറേറ്റീവ് പ്രഷർ ഹെഡ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരിക. സോ HSൽ നിന്ന് HAS മൈനസ് ചെയ്യണം. സോ HS മൈനസ് HAS എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് ഒരു വാല്യൂ ആയിട്ട് കിട്ടും വാക്യൂം പ്രഷറായിട്ട്. പക്ഷേ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ബേസിസിൽ എഴുതാൻ പറ്റും. അതായത് HATM ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഹെഡ് അല്ലേ. ഈ HATMൽ നിന്ന് ഈ HS മൈനസ് HAS വാല്യൂ കുറച്ചാൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസിൽ നിന്ന് നമുക്ക് പ്രഷർ ഹെഡിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസിൽ നിന്നാണ് നമ്മൾ പ്രഷർ ഹെഡിൻ്റെ വാല്യൂ എഴുതണമെങ്കിൽ അത് ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫറിക് പ്രഷർ ഹെഡിൽ നിന്നാണ് വാല്യൂ എഴുതുന്നതെങ്കിൽ ഇതേപോലെ വാക്വം പ്രഷർ ആയിട്ടായിരിക്കും കാണിക്കുക. ഇത് നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് H അറ്റ്മോസ്ഫിയർ മൈനസ് HS മൈനസ് HAS കാണിച്ചിരിക്കുന്നത്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. HATMൻ്റെ വാല്യൂ 10.3 ആയിരിക്കും. സോ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.0
10.37. ഇവിടെ ATMന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 10.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആബ്സല്യൂട്ട് പ്രഷർ ഹെഡിന്റെ വാല്യൂ ആയിട്ട് കിട്ടും. ഇവിടെ 3.37 എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആയിട്ട് തന്നെ വീണ്ടും കാണിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ വാക്യൂം പ്രഷർ കാണിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഗേജ് പ്രഷർ 3.37 എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആയിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈനിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഗേജ് പ്രഷർ അതിനെ ഗേജ് എന്ന് എഴുതും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആൻസർ. തേർഡ്, പ്രഷർ ഹെഡ് ഓൺ ദ പിസ്റ്റൺ ഇൻ ദ മിഡിൽ ഓഫ് ദ സെക്ഷൻ സ്ട്രോക്ക്. മിഡിലിൽ തീറ്റ വാല്യൂ 90 ആയിരിക്കും. തീറ്റ വാല്യൂ 90 വന്നാൽ കോസ് 90 0 വരും. അതുകൊണ്ട് HAS വാല്യൂ ഉണ്ടായിരിക്കില്ല. പക്ഷേ HFS സൈൻ 91 ആയതുകൊണ്ട് HFS ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സെൻറ്ററിൽ നമുക്ക് HFS മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ HS പ്ലസ് HFS. സോ HSന്റെ വാല്യൂ 2.5, HFSന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് വാക്വം പ്രഷറായിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇത് വാക്വം പ്രഷർ എന്ന് എഴുതാനുള്ള കാരണം ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെയായിട്ടാണ് ഈ പ്രഷർ. ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഇത്രയും താഴെയാണ് ഈ പ്രഷർ വരുന്നത്. അത് വാക്വം പ്രഷറായിട്ടാണ് കാണിക്കുന്നത്. നെഗറ്റീവ് പ്രഷർ പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം സക്ഷൻ നടക്കുന്ന സമയത്ത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അതുകൊണ്ടാണ് വാക്വം എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഓക്കെ, ഇത്രയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതേപോലെ നമുക്ക് വേറെ പ്രോബ്ലം നോക്കാം. Diameter and stroke length of a single acting reciprocating pump are 12 cm and 20 cm respectively. The length of suction and delivery pipes are 8 meter and 25 meter respectively, and their diameters are 7.5 cm. If the pump is running at 40 rpm and suction and delivery heads are 4 meter and 14 meter respectively, find the pressure head in the cylinder at the beginning of the suction and delivery stroke, in the middle of the suction and delivery stroke, at the end of the suction and delivery stroke. Take the atmospheric pressure head is equal to 10.3 meters of water and coefficient of friction F is equal to 0.009 for both